അങ്ങനെ കുറേ വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ട്രിപ്പ് സെറ്റായ സന്തോഷത്തിലാണ്. പണ്ട് ഫ്രണ്ട്സ് എല്ലാം കൂടി പ്ലാൻ ചെയ്യും, പക്ഷെ ഒന്നും നടക്കില്ല. ഈ പ്രാവശ്യം ഞങ്ങൾ അത് നടത്തി. തലേ ദിവസം നൈറ്റ് ട്രെയിൻ കയറി പിറ്റേന്ന് രാവിലെ അവിടെ എത്തിയത്. നൈറ്റിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. രാവിലെ നമ്മൾ ഉറക്കം എണ്ണീറ്റ് പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ. തഞ്ചാവൂർ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞങ്ങൾ അപ്പോഴാണ് കാണുന്നത് തന്നെ. അങ്ങനെ ഞങ്ങൾ തഞ്ചാവൂർ സ്റ്റേഷനിൽ ഇറങ്ങി. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ തഞ്ചാവൂർ ഫേമസ് ആയിട്ടുള്ള ഒരു കോഫി പാലസിൽ നിന്നും നല്ല ചൂട് മസാല ദോശ കഴിച്ച് റൂമിലോട്ട് പോയി നേരെ ഫ്രഷ് ആയിട്ട് ഇറങ്ങി. തഞ്ചാവൂർ ബ്രിഗഡേശ്വര ടെമ്പിൾ. 10ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ചോള ചക്രവർത്തിയായ രാജരാജ ചോളൻ ഒന്നാമനാണ് പണി കഴിപ്പിച്ചത്. 1000-ലധികം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ചോളന്മാരുടെ വാസ്തുവിദ്യാ ശൈലിയുടെയും അന്നത്തെ സാമ്പത്തിക സമൃദ്ധിയുടെയും പ്രതീകമാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ വലിയ ഗോപുരങ്ങളും അതിസൂക്ഷ്മമായ ശില്പങ്ങളും കാണികളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 66 മീറ്റർ ഉയരമുള്ള പ്രധാന ഗോപുരമാണ്. ഇതിനെ ദക്ഷിണമേരു എന്ന് വിളിക്കാറുമുണ്ട്. ക്ഷേത്രവളപ്പിലെ ഒറ്റക്കല്ലിൽ തീർത്ത നന്ദി പ്രതിമയും എടുത്തു പറയേണ്ടതാണ്. നമ്മളങ്ങനെ ഇത്രയും നല്ല കാഴ്ചകളൊക്കെ കണ്ടതേ അവിടെ നിന്ന് ഇറങ്ങാൻ പോകും. നമ്മുടെ ട്രെയിനിൻ്റെ സമയമായി. അപ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള തലയാട്ട് ബൊമ്മ കണ്ടത്. നമ്മളങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോകുവാണ്. അപ്പോൾ ഇതൊരു 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങളവിടെ സ്റ്റേ ചെയ്യുന്നില്ലായിരുന്നു. നമ്മുടെ ട്രെയിനിന് സമയമായി. ഫുൾ ഡേ നിൽക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഈ ടെമ്പിളിലെ നൈറ്റ് വ്യൂ നല്ലതാണ് കേട്ടോ. നല്ല ലൈറ്റ് കിട്ടുക ആ സമയമാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ബൈ ഗൈസ്.